സ്വാമി ശരണം. ഏതാണ്ട് കുറേ സ്വർണ്ണക്കൊള്ളക്കാരെയൊക്കെ പിടിച്ച് ജയിലിലടച്ചു. സന്തോഷം. പക്ഷെ അതുകൊണ്ട് മാത്രമായോ സഖാവേ? കുറ്റം ചെയ്തവരെ മാത്രമല്ല, അതിന് പ്രേരിപ്പിച്ചവരെ കൂടി, അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നവരെ കൂടി, എങ്ങനെ അതിന് പ്രേരിപ്പിച്ചവരെ കൂടി അകത്തിടണം. അതല്ലേ നമ്മുടെ നിയമം ആണല്ലോ. അല്ല, ഇത് ഞാൻ പറയുന്നതല്ല. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സ് സെക്ഷൻ 306 IPC പ്രേരണാകുറ്റം. പ്രേരണാകുറ്റം. യവനെയൊക്കെ വലിച്ച് കയറ്റി ആ കസേരയിൽ ഇരുത്തി ഓരോരുത്തരെയും പിടിച്ച് ജയിലിലടയ്ക്കണം, പിടിച്ചകത്തിടണം. പറ്റുമോ? ഇല്ലല്ലേ. എന്നെയും പിടിച്ചകത്തിട്ടോ, ജയിലിലടച്ചോ, മുൻകൂർ ജാമ്യമൊന്നും വേണ്ട, ഞാൻ ജയിലിൽ കിടന്നോളാം. അല്ല, അതായത് മക്കളെ കെട്ടിക്കണം, അവർക്ക് വേണ്ടി 2 വലിയ വീട് വയ്ക്കണം. അയ്യോ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ലക്ഷങ്ങളുടെ ചിലവല്ലേ അല്ലേ? അതുകൊണ്ടാവില്ലേ? താങ്ങില്ല എന്നെ കൊണ്ട്. ഇനിയും ലോൺ എടുക്കാനും വയ്യ. അപ്പോൾ ഞാൻ ജയിലിൽ കിടന്നോളാം. ആകെ ഒരു പോകാൻ വഴി അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കട്ടവനും കക്കാൻ പ്രേരിപ്പിച്ചവനും എല്ലാവർക്കും ചേർത്ത് ഒരു നടുവിരൽ നമസ്കാരം. അയ്യപ്പ ശരണം.